ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലി ഓണം എക്സാം പേപ്പറാണ്. സമയം 1.5 മണിക്കൂറാണ്. ആകെ സ്കോർ 40ആണ്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂര് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ആയ ഡോക്ടർ കെയുടെ എന്ത് പ്രത്യേകതയാണ് ഈ വാക്യത്തിൽ തെളിയുന്നത്? ഏത് പ്രത്യേകതയാണ്? പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള ആത്മബന്ധമാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഞാൻ അടയാളപ്പെടുത്തി പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉന്നതമായ മാനവികതാ ബോധം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലോട്ട് നമുക്ക് കടക്കാം. മൂന്നാമത്തെ വിഗ്രഹിച്ച് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓലമേഞ്ഞ ഓല കൊണ്ടുമേഞ്ഞ. ഇതാണ് കറക്റ്റ് വിഗ്രഹിച്ച് എഴുതിയിട്ടുള്ള പദം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പുളിമാവ് വെട്ടി എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്ന് 4 വരികൾ അല്ലെങ്കിൽ 2 വരികളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 2 വരികൾ തന്നിട്ടുണ്ട്. അതിന്റെ ആശയമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ബി ആണ് അതിന്റെ ആൻസർ. പണത്തോട് ആർത്തി എന്നാണ് അതിന്റെ ആൻസർ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയ ചോദ്യത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 2ഓ 3ഓ വാക്യത്തിലായിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം. അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളായി മാറ്റി എഴുതുക. അർത്ഥത്തിന് വ്യത്യാസം വരാൻ പാടില്ല, പക്ഷെ 2ഓ 3ഓ വാക്യമായിട്ട് എഴുതണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അർത്ഥവ്യത്യാസം വരാതെ എഴുതാനുള്ള മുൻപത്തെ ചോദ്യ പേപ്പറിലെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ലിങ്കേഴ്സ് യൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ വായിക്കാം. പ്രകൃതിയെ തന്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്താണ് മനുഷ്യൻ അവന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് 2 അർത്ഥവ്യത്യാസം വരാതെ എഴുതേണ്ടത്. നമുക്ക് 2ഓ 3ഓ വാക്യത്തിലായിട്ടാണ് എഴുതേണ്ടത്. മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയെ തന്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റി തീർത്തുകൊണ്ടാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തീർത്തുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, കുന്നത് എന്ന് എഴുതി ചേർക്കണം. അപ്പൊ ഇവിടെയും ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമാണ് എന്ത് വരുന്നത്? മാറ്റം വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 വരി നിങ്ങൾ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നതാണ്. നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു അമ്മ. ഈ വാക്യത്തിൽ തെളിയുന്ന അമ്മയുടെ അവസ്ഥ കണ്ടെത്തി എഴുതുക. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അവസ്ഥ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ? വൃദ്ധയുടെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ നമ്മളോട് മാധവിക്കുട്ടി, അമ്മ എഴുതിയത് മാധവിക്കുട്ടിയാണ്, മാധവിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ അല്ലേ? 6ാമത്തെ ചോദ്യം നോക്കാം. ഓമലേ തനി തെല്ലെന്നതു കേട്ടൊരമ്പനെന്നോതിനാൽ 2 വരികൾ നമുക്ക് സുഹൃതകാരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. മാതങ്കിയുടെ വിസ്മയത്തിൽ നിന്ന് ആ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയം അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്തായാലും ഇതിനുള്ള ഉത്തരം നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാലത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ 2 വരികൾ നിങ്ങൾ വ്യക്തമായി കുറിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഉത്തരം എഴുതേണ്ടത്. സുഹൃതകാരങ്ങൾ എഴുതിയത് എൻ കുമാരനാശാനാണ്. ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കൃതിയാണ്. അതുകൂടാതെ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമാണ് മാതങ്കിയും ആനന്ദനും ഒത്തുചേർന്ന്, ആനന്ദൻ എന്ന് പറയുന്നത് ആര്യനായ ബുദ്ധഭിക്ഷുവാണ്. ദാഹജലത്തിന് വേണ്ടി മാതങ്കിയുടെ സഹായം ആനന്ദൻ ചോദിക്കുകയാണ്. അങ്ങനെ കവിതയുടെ അവസാനം ഇവർ തമ്മിൽ എന്താണ്? ഇവര് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാണ് അല്ലെ? വെള്ളം മാതങ്കി ആർക്ക് കൊടുക്കാണ്? ബുദ്ധഭിക്ഷുവിന് കൊടുക്കാണ്. അങ്ങനെ ബുദ്ധഭിക്ഷുവും മാതങ്കിയും കൂടി ചേർന്ന് അന്നത്തെ കാലത്തെ ജാതി ചിന്തകളുടെ ചില്ലുകൊട്ടാരം തകർക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് നല്ല കാവ്യാത്മകമായി എഴുതാൻ ശ്രദ്ധിക്കണം. 7ാമത്തെ ചോദ്യം നോക്കാം. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു? തന്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു? ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലാത്ത സ്ഥിതിയായി അമ്മ. കഥയിൽ അവതരിപ്പിക്കുന്നത് പോലെ സ്ത്രീ ജീവിതാവസ്ഥകൾ ഇക്കാലത്തുമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം യുക്തിപൂർവം സമർത്ഥിക്കുക. അപ്പോൾ സ്ത്രീ
സ്ത്രീ ജീവിതാവസ്ഥകൾ ഇക്കാലത്തും ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇക്കാലത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വ്യക്തമായിട്ട് എഴുതാവുന്നതാണ്. അതുകൂടാതെ തന്നെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം എത്രത്തോളം സഫറിങ്സ്, എത്രത്തോളം കാര്യങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എഴുതാവുന്നതാണ്. 8ാമത്തെ ചോദ്യം നോക്കൂ. നമുക്ക് അപരിഗൃഹം എന്ന് പറയുന്ന ഒരു കവിതയുടെ നമ്മളുടെ 2ാമത്തെ പാഠത്തിന്റെ ആമുഖമായി തന്നിട്ടുള്ള കവിതയായിരുന്നു ഇത് അല്ലേ? അപ്പൊ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തോളിന്റെ ഒരു 2 വരി കവിത തന്നിട്ടുണ്ട്. 2 രചനാ ഭാഗങ്ങളിലെയും സ്വാതന്ത്ര്യ സങ്കല്പം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ആശയം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതാണ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കിളിക്ക് നമ്മൾ അല്ലെങ്കിൽ മറ്റു ജീവികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് നമ്മൾ ഇത് വളർത്തുന്നത്. എന്തിനെ? എല്ലാ മൃഗങ്ങളെയും വളർത്തുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടിയാണ് വളർത്തുന്നത്. മൃഗങ്ങളെ അവരുടെ താല്പര്യം പോലും നോക്കാതെയാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തോൾ നൽകിയിട്ടുള്ള ഈ ഒരു ഭാഗവും നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് ഇല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ചെയ്യാം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പുളിമാവ് വെട്ടി എന്ന് പറയുന്ന കവിതയിൽ നിന്ന് നമുക്ക് 4 വരികൾ തന്നിട്ടുണ്ട്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയെ കൂടിയാണ് നമുക്ക് ഈ പുളിമാവ് വെട്ടി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണിത് അല്ലേ? അതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. ഭൂഗോളം അതുപോലെ തന്നെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ് എഴുതിയത്. അതിലത്തെ 2 വരി തന്നിട്ടുണ്ട്. അതും ഇതും തമ്മിൽ വിശദീകരിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നിട്ടുള്ളത് പോലെ തന്നെ കുറിപ്പ് തയ്യാറാക്കണം. അതുപോലെ തന്നെ 9ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നമുക്കൊരു കാർട്ടൂൺ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലെ? കാർട്ടൂൺ ചിത്രം വിശദീകരിച്ച് നോക്കണം. അതുകൂടാതെ തന്നെ എഴുത്തുകൾ നമ്മൾ വായിക്കണം. അത് നമുക്ക് ആൻസർ ഷീറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ചോദ്യം നോക്കാം. മുകളിൽ നൽകിയ കാർട്ടൂൺ വിശകലനം ചെയ്ത് ലഹരി വിപത്തിനെതിരെ പോരാടാം എന്ന ശീർഷകത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ലഹരി വിപത്തിനെതിരെ പോരാടാം എന്ന ശീർഷകം കൊടുക്കാൻ ആരും മറക്കരുത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തന്നിട്ടുണ്ട് ശീർഷകം കൊടുക്കണമെന്ന്. എന്നിട്ട് ശീർഷകം കൊടുക്കാതെ പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 9ാമത്തേല് ശീർഷകം ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവർ 2 പേര് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ സമകാലിക പ്രസ്താവന, ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് മറ്റു കുട്ടികളെല്ലാം സ്വന്തം വീട്ടിലെ ആളുകളെ പോലും അല്ലെ കൊന്ന് കുഴിച്ചു മൂടുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് വിശദീകരിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പാരഗ്രാഫ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. ഭൂമിയാകുന്നു നാം എന്നത് ഉന്നതമായ തിരിച്ചറിവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനയും ആന ഡോക്ടർ പുളിമാവ് വെട്ടി എന്നീ രചനകളിലെ ആശയവും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് പരസ്പര ശ്രീതത്വമാണ് നിലനിൽപ്പിന് ആധാരം എന്ന വിഷയത്തിന് ഉപന്യാസം തയ്യാറാക്കണം. ഉപന്യാസത്തിന്റെ ഫോർമാറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഹെഡിങ് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതാണ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയാകുന്നു നാം എന്ന് ഹെഡിങ് കൊടുത്താലും മതി. നിങ്ങളുടെ ഭാവനയിൽ വരുന്നത് ആയാലും ഹെഡിങ് കൊടുക്കണം എന്ന് പറയുന്നില്ല. കാരണം നമുക്ക് വിഷയം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതന്നെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. ഉത്തരം പറഞ്ഞില്ലല്ലേ? ഓക്കെ, ഉത്തരം പറയാം. ഉത്തരം പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരം പറയല്ല, ഒന്നുകൂടി വിശദീകരിച്ച് പറയണമെങ്കിൽ ഞാൻ അതുപോലെ വിശദീകരിച്ച് പറയാവുന്നതാണ്. ഓരോ ഉത്തരങ്ങൾ കാണിച്ചു തന്ന് അങ്ങനെ ഞാൻ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആന ഡോക്ടർ എന്ന് പറയുന്നത് ജയമോഹൻ എഴുതിയതാണ്. പുളിമാവ് വെട്ടി എന്ന് പറയുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 പേരും എന്താണ്? സമകാലിക പ്രസ്താവനകളാണ് കാണിക്കുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന കവി ആയാലും ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ 2 കവിത അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു 3 വരി ആണ് നമ്മൾ ശരിക്കും എഴുതേണ്ടത്.
ഓക്കെ, അതിന് നമ്മൾ വിശദീകരിച്ച് എഴുതാം. ആന ഡോക്ടർ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന കഥാപാത്രമാണ് കെ എന്ന് പറയുന്ന ആന ഡോക്ടർ. ആള് മൃഗസ്നേഹിയായിരുന്നു അല്ലെ, അങ്ങനെയെല്ലാം പറഞ്ഞ് നമുക്ക് വൃത്തിയായിട്ട് എഴുതാവുന്നതാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ നോക്കാം. അപ്പോൾ ഞാൻ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അമ്മ എന്ന പാഠഭാഗത്തിൽ നിന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പാഠഭാഗത്തിലെ ആശയവും തന്നിരിക്കുന്ന സൂചനകളും അടിസ്ഥാനമാക്കി കരുതലായവർക്ക് കാവലാകാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം എന്ന് പറയുമ്പോൾ പ്രസംഗത്തിന്റെ ഒരു മോഡാണല്ലേ വരുന്നത്. പ്രസംഗമായാലും നമുക്ക് അത് എങ്ങനെയാണ് പ്രസംഗത്തിന്റെ ഫോർമാറ്റ് അത് നമ്മൾ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹെഡിങ് കൊടുക്കണം. കരുതലായവർക്ക് കാവലാകാം എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു കവിത നമുക്കൊരു കവിത തന്നിട്ടുണ്ട്. ആരാണ് എഴുതിയത്? വയലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരു കവിത തന്നിട്ടുണ്ട്. ഈ കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. ആ ഫോർമാറ്റ് നമ്മൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഫോർമാറ്റ് എന്താണ്? ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ കവിതയുടെ ഹെഡിങ് കൊടുക്കാവുന്നതാണ്. കവിതയുടെ ഹെഡിങ് എനിക്ക് കാക്ക എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം എഴുതിയത് ആരാണ്? വയലോപ്പിള്ളി ശ്രീധരമേനോനെ പറ്റി അറിയാമെങ്കിൽ അതും കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഓരോ വരികളിൽ തെളിയുന്ന മനോഭാവം എന്താണെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? മനോഭാവം എന്താണെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ. അപ്പോൾ ഈ കവിത എന്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗത്തിനോടായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും കവിതയുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് വൃത്തിയായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് മീനിങ്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മീനിങ്സ് കിഴാത്തി, കൂട്ടുകാരി, താരം അങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? താരനാദം, ഉറക്കെയുള്ള ശബ്ദം അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ അതിൽ ഹിൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വേഗം തന്നെ ആൻസർ കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത ആൻസർ കീ ആയിട്ട് വരാം.